ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തൃശൂരിൽ കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെട്ട് തൃശൂർ അതിരൂപത. കോൺഗ്രസിനോട് സീറ്റ് തൃശൂർ അതിരൂപത ആവശ്യപ്പെടുകയും പണ്ടൊക്കെ രഹസ്യമായിട്ടായിരുന്നു, പക്ഷേ ഇപ്പൊ പരസ്യമായി. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സീറ്റുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കണം. തൃശൂർ, ഒല്ലൂർ, മണലൂർ സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് നീക്കം. സീറ്റ് നൽകാത്ത പക്ഷം ബദൽ നീക്കവുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് നീക്കം. എന്നാൽ പരസ്യ നിലപാടിനെതിരെ ഒരു വിഭാഗം വൈദികർക്ക് പ്രതിഷേധമുണ്ട്. ജെയ്സൺ ചാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇതൊക്കെ അരമന രഹസ്യങ്ങളായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്, സഭാ രഹസ്യങ്ങളായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്നതിനുമപ്പുറം മെത്രാമാരാണെങ്കിലും വൈദികന്മാരാണെങ്കിലും സഭയിലെ ട്രസ്റ്റി സെക്രട്ടറിമാരൊക്കെ ആണെങ്കിലും പാർട്ടി നേതാക്കളുമായിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലൊക്കെ ചില കൂടിയാലോചനകളൊക്കെ നടത്താറുണ്ട് രഹസ്യമായിട്ട്. ഇപ്പോൾ അതൊക്കെ പോയി പരസ്യമായോ? നേരിട്ട് തന്നെ ഇന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് കുറിപ്പിറക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഈ തൃശൂർ അതിരൂപതയുടെ ജാഗ്രതാ സമിതിക്ക് ഒരു പാർട്ടിയായിട്ടങ്ങ് മാറിയ പോലെ എന്താണ് സംഭവിക്കുന്നത് തൃശൂരിൽ? ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തിരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. ജാതിയും മതമൊക്കെ പറഞ്ഞ് തങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ വേണമെന്ന ഒരു ബാർഗൈനിങ് സംവിധാനത്തിലേക്ക് ഇവരെല്ലാം കടന്നു കഴിഞ്ഞു. അരമനകളിലെല്ലാം തന്നെ സജീവമാണിപ്പോൾ. ഒരു ചരിത്രം തൃശ്ശൂരിൽ ഓർക്കേണ്ടതുണ്ട്. അത് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാമെന്ന് കരുതുന്നു. കെ കരുണാകരൻ തൃശ്ശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നു. അദ്ദേഹം സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ അന്നത്തെ ഏറ്റവും ശക്തനായ, കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഒരു ബിഷപ്പായിരുന്നു ജോസഫ് കുണ്ടുകുളം. അദ്ദേഹം പരസ്യമായ പ്രസ്താവന ഇറക്കുകയാണ്. ആ പ്രസ്താവന പത്രത്തിൽ വന്ന് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. കെ കരുണാകരൻ നിന്നാൽ പിന്തുണയ്ക്കുമെന്നായിരുന്നു അന്നിറങ്ങിയ പ്രസ്താവന. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കെ കരുണാകരൻ പരാജയപ്പെട്ടു, വി രാഘവൻ വിജയിച്ചു. അങ്ങനെ മതവും ജാതിയുമൊക്കെ നോക്കി വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ഭൂരിഭാഗം മനുഷ്യരുമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ സമയത്ത് നടത്തുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിരൂപത ജാഗ്രതാ സമിതിയുടെ പേരിലാണ് ഈ നീക്കം ഇപ്പോൾ നടത്തുന്നത്. അതിൽ പ്രധാനികൾ, തൃശ്ശൂർ അതിരൂപതയിലെ പ്രധാനപ്പെട്ട വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കാളിയാണ് എന്നത്, ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ പങ്കാളിയാണ് എന്നതാണ് ഞെട്ടിക്കുന്നത്. പച്ചയ്ക്ക് സ്ഥാനാർത്ഥികളെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പണ്ട് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചർച്ചകളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ കൽപ്പനകളും അനുസരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമുണ്ടായിരുന്നു. ഇപ്പോഴും അതുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം വിട്ട് ആ മറയൊക്കെ നീക്കി നേർക്ക് വരികയാണ്. തങ്ങൾക്ക് മണലൂരും മുല്ലൂരും അതുപോലെ തന്നെ തൃശ്ശൂരും ഞങ്ങൾക്കാണ് കൂടുതൽ ആളുകളുള്ളത്, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വേണം, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇത് ഉചിതമാണോ എന്നതൊക്കെ പരിശോധിക്കേണ്ടത്. പക്ഷേ ഇതിനെതിരെ ഒരു വിഭാഗം വൈദികർ തന്നെ രംഗത്തെത്തുന്നുണ്ട്. അവർ പരസ്യമായ പ്രസ്താവനയ്ക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ പോലും ഇത്തരം ഒരു നിലപാട് വരുന്നത് സമുദായത്തെയും മതത്തെയും ക്രൈസ്തവ സമൂഹത്തെയൊക്കെ മറ്റു സമുദായങ്ങൾക്ക് മുമ്പിൽ താറടിച്ച് കാണിക്കുന്നതിനും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന അഭിപ്രായമുള്ള വൈദികരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീക്കത്തിന് എതിർപ്പുണ്ടെങ്കിൽ പോലും, പക്ഷേ മെജോറിറ്റി എന്ന് പറയുന്നത് ഇത്തരം വാദങ്ങൾക്കാണ്. അത് ഏത് സമുദായത്തിലും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയിൽ കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ അതിരൂപത രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് നേരിട്ടല്ല, ജാഗ്രതാ സമിതി എന്ന പേരിൽ അതിന് തൊട്ടു താഴെയുള്ള വികാരി ജനറൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ചേർന്ന യോഗമാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, വളരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യക്ഷത്തിൽ തോന്നും അതിനെന്താ തെറ്റെന്ന്. അങ്ങനെയല്ല, ഇത് ഓപ്പണായിട്ട് തന്നെ വരുന്നു എന്നുള്ളതാണ്. പരസ്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ, അപ്പോൾ രഹസ്യമായിട്ട് പറയാൻ പാടുള്ളൂ എന്നുള്ളതായിരിക്കും. അതൊരു കീഴ്വഴക്കം വാങ്ങുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് കാലം മുതലേ ഉള്ള പരിപാടിയാണ്. സഭയാണെങ്കിലും ശരി, ഇവരൊക്കെ തങ്ങളുടെ സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ രഹസ്യമായിട്ടൊക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. തൃശ്ശൂരിൽ കോൺഗ്രസിനോട് സീറ്റ് നേരിട്ട് ആവശ്യപ്പെടുകയാണ് തൃശ്ശൂർ അതിരൂപത. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സീറ്റുകളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കണം. അങ്ങനെ ഓരോ ഇതല്ലേ യഥാർത്ഥത്തിൽ സജി ചെറിയ മിനിസ്റ്റർ പറഞ്ഞത്. ഇങ്ങനെ സമുദായം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക? തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ ഈ സീറ്റുകൾ ലക്ഷ്യം വെച്ചാണ് നീക്കം, അല്ലെങ്കിൽ ബദൽ നീക്കം എന്നൊക്കെയാണ് പറയുന്നത്. അംഗീകരിച്ചില്ലെങ്കിൽ തൃശ്ശൂർ അതിരൂപതയുടെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് നീക്കം. ഇത്തിരി ജാഗ്രത കൂടിപ്പോയി കേട്ടോ.